ഒന്നും മാറാൻ പോകുന്നില്ല, ഒരിക്കലും മാറത്തുമില്ല. ഇനി നമുക്കിനി ഇന്ത്യയിൽ നിൽക്കണമെന്ന് വലിയ താല്പര്യമില്ല. വെറുതെ കിടന്ന് അടിയിടിയും കൊള്ളാം എന്ന് മാത്രമല്ലാതെ വേറൊരു ഗുണവുമില്ല. നമ്മുടെ ഗവൺമെൻറ് വെറുതെ നോക്കൂത്തിയല്ലേ. അപ്പം നമ്മളും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. ഇത്രയും നാള് അവർ കിടന്ന് അടി കൊണ്ടിട്ടും ഗവൺമെൻറ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ലല്ലോ. നമ്മളിനി ഇതിലും കൂടുതൽ നമുക്കിനി ഒന്നും ചെയ്യാനായിട്ടില്ല. നോക്കൂത്തികളായിട്ട് നമ്മൾ നിൽക്കുക. ചോരുമ്പോൾ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക. നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വേറെ നാട്ടിൽ പോയി അവിടെ ജീവിക്കുക, നല്ല നാട്ടിൽ പോയി ജീവിക്കുക. ഒന്നും മാറാൻ പോകുന്നില്ല, ഒരിക്കലും മാറത്തുമില്ല. ഇനി അല്ലാതെ നമുക്കിനി ഇന്ത്യയിൽ നിൽക്കണമെന്ന് വലിയ താല്പര്യമില്ല. വെറുതെ കിടന്ന് അടിയിടിയും കൊള്ളാം എന്ന് മാത്രമല്ലാതെ വേറൊരു ഗുണവുമില്ല. BJP ഭരിക്കുന്ന തന്നെ എല്ലാ ജസ്റ്റ് സ്റ്റേറ്റ്സിലൊന്ന് നമ്മളൊന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. അത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാവും. ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ ഭോപ്പാൽ വരെ ഒന്ന് ട്രാവൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി, മതിയായി അതോടെ. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, കൂടെ നിൽക്കാതിരുന്നിട്ടും കാര്യമില്ല. ഞാനും പ്രതിഷേധിക്കും, പക്ഷേ മാറ്റം ഉണ്ടാകത്തില്ല. ഇതിന് ഒരു കാലത്തും മാറ്റം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും തിന്മയിൽ ഓത്തുന്നിടത്ത് മാറ്റാൻ പറ്റുക ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും അവർ. അവിടെ സോനം വാങ്ങിച്ചു വെക്കുന്ന പറയുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ പട്ടിണി കിടക്കുന്നു. എന്നിട്ട് എന്തുണ്ടായി? ഒരു ഗവൺമെന്റ് മൊത്തം അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റീലിലൂടെ കാണുന്നതല്ലേ. നമുക്ക് ഇവിടെ വീഡിയോ എടുത്ത് നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, പ്രതിഷേധിച്ച് നടക്കാം. ആളുകളല്ലെന്ന് കാണിക്കാൻ, ഇടിക്കേണ്ട അടുത്ത് ഇടിക്കുക തന്നെ വേണം, പ്രതിഷേധിക്കുക തന്നെ വേണം. പക്ഷെ നീ ചെയ്തിട്ട് കാര്യം